വരാം. ശ്രീജിത്ത് പണിക്കർ, ഹസ്കറിനുള്ള മറുപടി താങ്കൾ കൊടുക്കുക. ഹസ്കർ പറയുന്ന സ്വാഭാവികമായ ഒരു അന്വേഷണം നടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, അതിനെ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന്. പെരുപ്പിച്ച് കാണിക്കുന്നത് രാഷ്ട്രീയമാണെന്ന്. ശ്രീ മഞ്ജുഷ്, മാസപ്പടി വിവാദത്തിൽ അനാവശ്യമായിട്ട് വീണ വിജയന്റെ കമ്പനിയെ ന്യായീകരിച്ചത് CPM ആയതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞ് പോകാനായിട്ട് ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് അവർക്ക് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് മറ്റു പല വിഷയങ്ങളിലും നേതാക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ എടുത്തിരുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയത്തിലും വലിയ കേടുപാടുകൾ കൂടാതെ CPM-ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വഴിയെ പോയ ഏടാകുടം ഏണി വെച്ച് പിടിച്ച അവസ്ഥയിലാണ് CPM എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട പല ആരോപണങ്ങളുടെയും മുനയൊടിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാം. ഒന്ന്, ഈ ചർച്ചയിലടക്കം ശ്രീ ഹസ്കർ പറയുന്നു ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലാണ്, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അലഗേഷൻ എന്ന വാക്കാണ് അദ്ദേഹം ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം പറയുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കുക, ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കളാണ് ഈ ആരോപണം ഉന്നയിക്കേണ്ടത്. അലഗേഷൻ ആണെങ്കിൽ അത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത, രേഖകളില്ലാത്ത കേവല ആരോപണമായിട്ട് ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇത് രാഷ്ട്രീയമല്ല എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന്. അതിലൊന്ന് ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. അവരുടെ ആരോപണമല്ല, നേരെ മറിച്ച് അവർ കണ്ടെത്തിയതാണ്. അവരുടെ ഉത്തരവിൽ, ഫൈനൽ ഉത്തരവിൽ അവർ പറഞ്ഞിരിക്കുകയാണ് ഒരു ബന്ധുത്വം വഴി കെട്ടിയിരിക്കുന്ന ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് 1.72 കോടി രൂപ ഈ കമ്പനിയിൽ നിന്ന് CMRൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമല്ല, കേവലം അലഗേഷനുമല്ല. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്നാണ്. അതും കേവലം ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്കല്ല. അവർ ഡ്യൂ പ്രൊസീജിയർ വഴി കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് സെക്ഷൻ 206 വഴി അവർ നടത്തിയിരിക്കുന്ന ഒരു എൻക്വയറി ഉണ്ട്. ആ എൻക്വയറി 2 സംസ്ഥാനങ്ങളിലുള്ള 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വഴി അവരത് ചെയ്തു. അതിന്റെ പരിധിയിലേക്ക് 3 സ്ഥാപനങ്ങളുണ്ട്. ആ 3 സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഒത്തുപോകുന്നതല്ല, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് 210 അനുസരിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു എൻക്വയറിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇടപാടുകൾ സുതാര്യമല്ല എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM ഈ വിഷയം ഡിഫെൻഡ് ചെയ്യുന്ന ആദ്യ സമയത്ത് അവർ പറഞ്ഞത് 2 കമ്പനികൾ തമ്മിൽ നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുതാര്യമായിട്ടുള്ള കരാറുകളായിരുന്നു, ഇടപാടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ ക്രമക്കേടുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ വയലേഷൻസ് ഉണ്ട്. വയലേഷൻസ് എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഈ ഓർഡറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇടപാട് സുതാര്യമാണ് എന്ന് CPM പറഞ്ഞിരിക്കുന്ന ഒരു ക്യാപ്സൂള് അവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. 2 നിയമപരമായിട്ടുള്ള ഇടപാടുകളാണ്, നിയമപരമായ 2 കമ്പനികൾ തമ്മിൽ നിയമപരമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഇടപാടാണ് എന്നാണ് ശ്രീ MV ഗോവിന്ദൻ അടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ നോക്കൂ, ഇവർ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കുറ്റം ഒഫൻസസ് എന്നാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു ഒഫൻസായി മാറുന്നത്. അപ്പോൾ ഇത് കുറേയധികം ക്രമക്കേടുകളുണ്ട് എന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്നത് കണ്ടുകൊണ്ടാണ് ഇവർക്കെതിരെ ഇൻവെസ്റ്റിഗേഷന് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് എങ്ങനെ ഒഴിഞ്ഞു പോകാൻ കഴിയും? അങ്ങനെ ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ, പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരാളിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അടി കിട്ടുന്നതിൽ നിന്ന് CPM-നെങ്കിലും രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളത് ഒരു കാര്യം. 2, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വീണയെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കമ്പനിയെ കേട്ടിട്ടില്ല എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CMRL എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറേയധികം എൻക്വയറി നടത്തുന്ന സമയത്ത് ആ എൻക്വയറി എന്തിനെ പറ്റിയാണ് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ഒരു വെൻഡർ എന്ന നിലയ്ക്ക് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയെ അറിയിക്കാൻ CMRL എന്തായാലും ശ്രമിച്ചിരിക്കണം. ആ സമയത്ത് അവിടെ ഒരു എൻക്വയറി ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ബിസിനസ്സിലെ ഒരു എത്തിക്സ് പാലിച്ചുകൊണ്ട് എക്സാലോജിക് എന്ന കമ്പനിയാണ് അവിടെയുള്ള പേപ്പറുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു സർവീസ് നൽകിയിട്ടുണ്ട് എന്ന് പറയേണ്ടത്. അത് അവർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സേവനം ലഭിച്ചതായിട്ട് ആരും പറയുന്നില്ല. ഇത് ഒരു കാര്യം. 2, ഇപ്പോൾ അവർക്കൊരു അവസരം കിട്ടിയല്ലോ. ഈ 206 സെക്ഷൻ അനുസരിച്ചിട്ട് അവിടെ ഒരു എൻക്വയറി നടത്തുകയും ആ എൻക്വയറിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒഫൻസുകളും വയലേഷനും ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ കേൾക്കാൻ ഒരു അവസരം അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാപ്സൂളും അവിടെ തകർന്നു വീഴുകയാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ CMRL-ന്റെ പല ആൾക്കാരും പറഞ്ഞിരിക്കുന്ന മറുപടികളെ കുറിച്ചാണ്. ആ മറുപടികൾ എന്തായിരുന്നു അവരവിടെ പറഞ്ഞിരിക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഒന്നും പോകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. കാരണം CMRL-നെ അന്വേഷിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. അവർ പറയുന്നത് എന്താണ്? അവർക്ക് നൽകിയിരിക്കുന്ന മറുപടി ഒന്നുകിൽ വേഗാണ്, അതായത് അവ്യക്തമാണ്, അല്ലെങ്കിൽ ഇവേസീവ് ആണ്, അതായത് അവർ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുന്ന 2 കമ്പനികളിൽ ഒരു കമ്പനി CMRL-ആണല്ലോ.
അപ്പോൾ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപ്രകാരം ഏർപ്പെട്ടിരിക്കുന്ന സുതാര്യമായിട്ടുള്ള കരാറാണ് എങ്കിൽ ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചോദിക്കുന്ന സമയത്ത് അവ്യക്തത എന്തിനാണ്? സുതാര്യമായിട്ടുള്ള കാര്യത്തിൽ എന്തിനാണ് അവ്യക്തത? അവ്യക്തത എന്തിനാണെന്ന് വെച്ചാൽ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി വ്യക്തമാക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ നൽകാൻ ഈ 3 കമ്പനികൾക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതല്ലാതെ ഹസ്കർ പറയുന്ന പോലെ സെക്ഷൻ 210 അനുസരിച്ചാണല്ലോ അന്വേഷണം നടന്നത്, 212 അനുസരിച്ച് അന്വേഷണം നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ന്യായീകരണത്തിന് വരുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ